ഇതേ നേതൃയോഗത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം വടകരയിൽ മാത്രം ഒതുങ്ങിയെന്നും മറ്റു മണ്ഡലങ്ങളിൽ നാമമാത്രമായിരുന്നു പ്രവർത്തനങ്ങളെന്നുമാണ് വിമർശനം ഉയർന്നു വന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ലക്ഷ്യമിട്ടായിരുന്നു ആരോപണം ഉയർന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്ത് ചേർന്ന KPCC നേതൃയോഗത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും നേതാക്കളെയും ലക്ഷ്യം വെച്ച് വിമർശനമുയർന്നത്. വടകര മണ്ഡലത്തിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കും പ്രചരണ പരിപാടികൾക്കും നേതൃത്വം നൽകുമ്പോൾ മറ്റ് 19 മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നാമമാത്രമായിരുന്നുവെന്നാണ് സ്ഥാനാർത്ഥികൾ യോഗത്തിൽ കുറ്റപ്പെടുത്തിയത്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ തനത് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഇക്കുറി അതുണ്ടായിട്ടില്ലെന്നും വിമർശനമുയർന്നു. സ്ഥാനാർത്ഥിയല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ മണ്ഡലങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകേണ്ടിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനാണ് വടകരയുടെ പ്രചരണ ചുമതല നൽകിയിരുന്നതെങ്കിലും രാഹുൽ വടകരയിൽ മാത്രം ഒതുങ്ങരുതായിരുന്നു എന്നാണ് യോഗത്തിൽ സ്ഥാനാർത്ഥികൾ പറഞ്ഞത്. LDF സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല പ്രചരണത്തിനും വർഗീയ പ്രചരണത്തിനും ഷാഫിക്കൊപ്പം പ്രവർത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അശ്ലീല പരാമർശം നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.